ഖമേനി ജീവനോടെ ഇല്ലെന്നുള്ള ഒരു വാർത്ത സോഷ്യൽ മീഡിയകളിൽ വൈറൽ ആവുകയാണ്. പലരും അത്തരം വാർത്തകൾ പങ്കുവയ്ക്കുന്നുണ്ട് അവരവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ. എത്രത്തോളം ശരിയാണ് ഈ വാർത്ത? പലകുറി നമ്മൾ തന്നെ ചർച്ച ചെയ്തിട്ടുണ്ട് ഖമേനി ജീവനോടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഇതിതാ ലോകം മുഴുവൻ ഇപ്പോൾ ചർച്ച ചെയ്യുകയാണ്. സോഷ്യൽ മീഡിയകളിൽ അത്തരം പ്രസ്താവനകൾ വരുന്നു. ഇതിൽ എത്രത്തോളം യാഥാർത്ഥ്യമുണ്ട്? ഖമേനി കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്ത വരുന്നു. മറ്റൊരു വാർത്ത വരുന്നുണ്ട് ഖമേനിയെയും അല്ലെങ്കിൽ പ്രധാനപ്പെട്ട അദ്ദേഹത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു സ്പിരിച്വൽ അല്ലെങ്കിൽ മത അല്ലെങ്കിൽ നേതാക്കന്മാരെന്നൊക്കെ പറയാവുന്ന ആൾക്കാരാണ്. അതിന്റെ കൂടെ അധികാരം കൂടെ ഉള്ള ആളാണ് ഖമേനി. ആൾക്കാർ രക്ഷപ്പെട്ടു എന്നുള്ള വാർത്തയും വരുന്നു. അപ്പൊ ഇതിനകത്ത് ഈ വാർത്തയ്ക്കൊരു പ്രാധാന്യം അല്ലെങ്കിൽ ഇത്തരത്തിൽ ഖമേനി കൊല്ലപ്പെട്ടു എന്നുള്ള സോഷ്യൽ മീഡിയയിലുള്ള വാർത്ത എന്ന് പറഞ്ഞാൽ ഖമേനി പടം പുറകിൽ വെച്ചിട്ട് ഇസ്രായേൽ പട്ടാളക്കാർ ഷാമ്പയിനൊക്കെ വെച്ചിട്ട് ആഘോഷിച്ചിട്ട് ഖമേനിക്കിട്ട് അറിയാമല്ലോ ചവിട്ടുന്ന പോലുള്ള ഒരു പടവും, പിന്നെ രണ്ടാമത് ലാവിയൻ എന്ന് പറയുന്ന പ്രദേശത്ത് ബോംബിങ്, മാരകമായ ബോംബിങ് നടത്തുന്ന മറ്റൊരു വീഡിയോ ഒക്കെയാണ് പ്രചരിക്കുന്നത്. ലാവിയൻ സ്ഥലത്ത് ഈ പറയുന്ന ഒളി സങ്കേതം ഉള്ള സ്ഥലമാണ്, അല്ലെങ്കിൽ ഇത്തരത്തിൽ ഒളിച്ചിരിക്കാൻ പ്രാപ്തമായിട്ട് സ്ഥലം ഒരുക്കിയിട്ടുള്ള വലിയ വലിയ ബങ്കറുകളുള്ള സ്ഥലമാണ്. അതുകൊണ്ട് ആ സ്ഥലത്തെ ബോംബിങ് കാണിക്കുന്നു, അല്ലെങ്കിൽ ആ സ്ഥലത്ത് ആയിരിക്കും ഖമേനി എന്നുള്ളതായിരിക്കും അവർ ഉദ്ദേശിക്കുന്നത്. ഏതായാലും ഈ വരുന്ന വാർത്തയും പറയുന്ന സമയവും തുലനം ചെയ്യുമ്പോൾ വാർത്തയ്ക്കകത്ത് ഒരു ആധികാരികത ഉണ്ട് എന്ന് വിചാരിക്കേണ്ടി വരും. പക്ഷെ ആധികാരികമായിട്ട് ഇസ്രായേലോ അല്ലെങ്കിൽ ഇറാനോ ഈ കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല. അതായത് ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ പറയുന്ന വാർത്ത വരുന്നതിന്റെ തലേന്ന് 40ഓളം യുദ്ധവിമാനങ്ങൾ ടാർഗറ്റ് ആയിട്ടുള്ള 100ഓളം പ്രദേശങ്ങൾ ആക്രമിക്കുകയും അതിനകത്ത് ഞാൻ ഈ പറയുന്ന ലാവിഡാർ എന്ന് പറയുന്ന പ്രദേശം ഇറാനിലെ ഖമേനി ഉൾപ്പെടെയുള്ളവർ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട നേതാക്കന്മാരൊക്കെ ഒളിച്ചിരിക്കുന്ന സ്ഥലമെന്ന് വിശേഷിക്കപ്പെടുന്നു. അല്ലെങ്കിൽ ഇറാനിൽ നിന്ന് തന്നെ പോലും അത്തരത്തിൽ സോഷ്യൽ മീഡിയയിൽ വാർത്ത വരുന്നിടത്തും വലിയ വലിപ്പത്തിൽ ബോംബിങ് നടക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യം അല്ലെങ്കിൽ ചെയ്തിട്ടുണ്ട്. അതിന്റെ കൂടെ തന്നെ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു ഞങ്ങളുടെ യുദ്ധം ഇറാനെ ഇല്ലായ്മ ചെയ്യാനല്ല, ഇറാനെ ഇല്ലായ്മ ചെയ്യുന്നതല്ല, ഇറാനിലെ ജനങ്ങൾക്ക് പുതിയൊരു ഇറാൻ, പഴയ പേർഷ്യ പോലെ ഒരു ഇറാൻ, സ്വാതന്ത്ര്യം കിട്ടുന്ന ഒരു ഇറാൻ, അല്ലെങ്കിൽ ഇത്തരത്തിൽ മതമൗലികവാദികളുടെ ഭാഗത്ത് നിന്ന് മോചനം ലഭിക്കുന്ന ഒരു ഇറാൻ, അതിന് ഖമേനിയുടെ വധം ഉറപ്പാക്കിയേ മതിയാകൂ എന്നുള്ള രീതിയിലേക്ക് ഒരു വർത്തമാനം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് പറഞ്ഞു, ഖമേനിയെ വധിക്കാൻ എന്നോട് അനുവാദം ചോദിച്ചിരുന്നു, ഞാനത് കൊടുത്തില്ല, വീറ്റോ ചെയ്തു, അതുകൊണ്ടാണ് ഖമേനി കീഴടങ്ങുന്നത്, അതുകൊണ്ട് തന്നെ ഖമേനി കീഴടങ്ങുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ ഖമേനി ഇരിക്കുന്ന ഇടം ഞങ്ങൾക്കറിയാം എന്നുള്ള രീതിയിലേക്ക് ഒരു വർത്തമാനം വന്നു. ഇതിന് ശേഷമാണ് ഖമേനിക്കെതിരെ അല്ലെങ്കിൽ ഇത്തരത്തിൽ 40 വിമാനങ്ങളെ ഉപയോഗിച്ചിട്ടുള്ള ഒരു ഓപ്പറേഷൻ നടക്കുന്നതും അതിനകത്ത് ഒളിയിടങ്ങൾ ഉണ്ടാവുന്നതും ആ ഓപ്പറേഷനിൽ തന്നെയാണ് അവർ ടാർഗറ്റ് ചെയ്തിരുന്ന, പറയുന്നത് പോലെ പറഞ്ഞിരുന്ന ആണവ റിയാക്ടർ അടിച്ചിരിക്കുന്നത്. അറിയാമല്ലോ, നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്ത ആണവ നിലയങ്ങളല്ല, ഒരു ആണവ റിയാക്ടർ അടിച്ചിട്ടുണ്ട്. അപ്പൊ അതതിനകത്ത് വന്നിട്ടുണ്ട്. അപ്പൊ ബാക്കിയുള്ള അത് പറയുന്ന ടാർഗറ്റിനകത്ത് അത് ഉൾപ്പെടുമ്പോൾ ഈ ഖമേനിയുടെ കാര്യം ഇങ്ങനെ വന്നപ്പോൾ അതുപോലെ അദ്ദേഹം ഇരിക്കുമെന്ന് വിചാരിക്കുന്ന പ്രദേശത്ത് ബോംബിങ് നടന്നപ്പോൾ, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കോട്ട്കോർ, ഈ പറഞ്ഞ ലാവിഡർ എന്ന് പറയുന്ന സ്ഥലത്ത് കോട്ട്കോർ ഇദ്ദേഹത്തിന്റെ സുരക്ഷയുണ്ട്, പ്രത്യേക സുരക്ഷയാണ്. 45 പേര് കൊല്ലപ്പെടുന്നു. അദ്ദേഹത്തിന്റെ കോട്ട്കോറിനകത്ത് 45 പേരാണ് ഉള്ളത്. അപ്പൊ ഈ രീതിയിലൊക്കെ നോക്കുമ്പോൾ ഈ വാർത്ത വന്ന സമയവും ഈ നേതാക്കന്മാരുടെ വർത്തമാനവും ഈ ഒക്കെ വരുമ്പോൾ ഇത് ഇത്തരത്തിൽ ഖമേനി ഉണ്ടോ ഇല്ലയോ എന്നുള്ള രീതിയിലേക്കുള്ള ഒരു തർക്കം വരുന്നുണ്ട്. അതുപോലെ തന്നെ നേരത്തെ നടന്ന യുദ്ധങ്ങൾ പരിശോധിക്കുമ്പോൾ ഖമേനി മാത്രമായിട്ട് ഒരു ഫലത്തിലും ഇരിക്കാൻ പറ്റത്തില്ല. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഈ ഖമേനിയെ പറ്റി ഖമേനി എന്ന് പറയുന്ന പരമോന്നത നേതാവ്, അദ്ദേഹത്തെ അതേ വലിപ്പത്തിലുള്ള നേതാക്കന്മാരെയൊക്കെ ടാർഗറ്റ് ചെയ്ത് വളരെ സുരക്ഷിതമായിട്ടെന്ന് പറഞ്ഞ് ഇരിക്കുന്നിടത്ത് ചെന്ന് സ്പോട്ട് ചെയ്താണല്ലോ അവരുടെ സൈനിക മേധാവിയും അല്ലെങ്കിൽ റവല്യൂഷൻ ഗാർഡിന്റെ പ്രതിരോധ സംവിധാനത്തിന്റെ ഉത്തരവാദിത്വത്തിൽ അതിന്റെ പ്രധാനപ്പെട്ട നേതാവിനെയും ഈ ധാരാളം മേജർമാരെയും
അല്ലെങ്കിൽ സൈനിക തലവന്മാരെയും ഇന്റലിജൻസ് മേധാവിയെയും ഖമേനിയുടെ പറയുന്ന ഏറ്റവും ഉപദേഷ്ടാവിനെയും അല്ലെങ്കിൽ അതുപോലെ ആണവ ശാസ്ത്രജ്ഞന്മാരെ ഒക്കെ കൊല്ലുന്നതിന് ടാർഗറ്റ് ഉണ്ടെങ്കിൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഖമേനി ഇരിക്കുന്നത് എവിടാണെന്ന് അറിയാം. അല്ലെങ്കിൽ ഒരുപക്ഷെ അയാളുടെ വട്ടം തന്നെ മൊസാദ് ഈ പറയുന്ന മൊസാദിന്റെ സംവിധാനങ്ങളും അല്ലെങ്കിൽ ചാരന്മാരും കാണാം. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഒരു വാർത്തയ്ക്ക് വിശ്വാസയോഗ്യത അല്ലെങ്കിൽ വിശ്വസിക്കേണ്ടി വരുന്നതും അതിനനുസരിച്ചുള്ള പ്രചരണം ലോകം മുഴുവൻ ചർച്ച ചെയ്യുന്നത്. അതായത് ലോക മാധ്യമങ്ങളൊന്നും ഔദ്യോഗികമായിട്ട് അത് പറയാൻ തയ്യാറായിട്ടില്ല. കാരണം ഔദ്യോഗികമായിട്ട് പറയണമെങ്കിൽ അതിന് ഉത്തരവാദിത്തപ്പെട്ടവർ പറയണം. അല്ലെങ്കിൽ ഇസ്രയേല് പലരെയും പല ആൾക്കാരെയും വധിച്ചതിന് ശേഷം സ്പോട്ട് ചെയ്ത് പറയണം. ഈ രണ്ട് രാജ്യങ്ങളും പറയാത്ത സ്ഥിതിക്ക് ഖമേനി മരിച്ചോ എന്നുള്ളത് ഈ പറയുന്നത് പോലെ സോഷ്യൽ മീഡിയയിൽ വരുന്ന വാർത്ത മാത്രമാകുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾക്ക് വിശ്വസിക്കാൻ കഴിയത്തില്ല. മരിച്ചാലും ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കണം. അതായത് ഖമേനിയുടെ വധത്തിന്റെ പിറകിൽ ഇത്തരത്തിൽ സംസാരിക്കുമ്പോൾ ഇസ്രയേൽ അല്ല, ഈ പറയുന്നത് പോലെയുള്ള വാർത്തകൾ മാത്രമാണ്. അല്ലെങ്കിൽ ആ വാർത്തക്കകത്ത് എത്രത്തോളം ആധികാരികതയുണ്ടെന്നുള്ള കാര്യം നാളെ അതൊരു ഔദ്യോഗികമായിട്ടുള്ള പ്രഖ്യാപനം ഉണ്ടാവണം. ഒരുപക്ഷെ ഖമേനിയെ വധിച്ചവരത് പറയണം. അല്ലെങ്കിൽ ഖമേനി കൊല്ലപ്പെട്ടെങ്കിൽ കൊല്ലപ്പെട്ടു എന്നുള്ള കാര്യം ഇറാൻ പറയണം. അപ്പൊ ഈ രണ്ട് രാജ്യങ്ങളും ആ ഒരു കാര്യത്തിൽ വ്യക്തത വരുത്തിയിട്ടില്ല. ഏതായാലും ഈ വരുന്ന വാർത്തകളും അതിന്റെ സമയങ്ങളും ഒക്കെ കൂട്ടി വായിക്കുമ്പോൾ ലോകത്തുടനീളം അങ്ങനെ സംഭവിച്ചോ അല്ലെങ്കിൽ അങ്ങനെ സംഭവിച്ചിരിക്കാം എന്നൊക്കെയുള്ള രീതിയിലേക്ക് വരുന്നുണ്ട്. ഇതിന്റെ കൂടെ തന്നെ കഴിഞ്ഞ ദിവസം ഒമാനിലേക്ക് ഖമേനിയും ഖമേനിയുടെ കുടുംബവും പോയെന്ന് പറയുന്നു. ഖമേനിയെ റഷ്യയിലേക്ക് കടത്തിയെന്ന് പറയുന്നു. അപ്പൊ ഖമേനി ഈ വളരെ കാലമായിട്ട് അദ്ദേഹത്തെ കാണാനില്ല, അശരീരി മാത്രമായിട്ട് ആണ് ഖമേനി നിൽക്കുന്നത്. അപ്പൊ ഖമേനി ഇപ്പം ഒരു ചോദ്യചിഹ്നം തന്നെയാണ്. മാത്രവുമല്ല ഖമേനിയെ ലക്ഷ്യം വെച്ച് തന്നെയാണ് ഇസ്രായേൽ നീങ്ങുന്നത്. അതിനകത്ത് പല തടസ്സങ്ങളും പലരും അത് വേണ്ട എന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് മാത്രമായിരിക്കാം ഖമേനി ഉണ്ടെങ്കിൽ തന്നെ ഇപ്പോൾ ഇരിക്കുന്നത് എന്ന് നമ്മൾ വിചാരിക്കുന്നു. യെസ്, അതാണ്. ഇത്തരത്തിൽ മറ്റേതെങ്കിലും ശക്തികൾ അല്ലെങ്കിൽ മറ്റേതെങ്കിലും നേതാക്കൾ ഇസ്രയേലിനോട് ആവശ്യപ്പെട്ടിട്ടാണോ ഇത്രയും ഇസ്രയേലിന്റെ ഒരു സംയോജനം എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം നേരത്തെ വാർത്തകളിലൊക്കെ വന്നതാണ്, ഡൊണാൾഡ് ട്രംപ് ഇസ്രയേലിനോട് പറഞ്ഞിരുന്നുവെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞതാണ്. തൽക്കാലം ഖമേനിയെ വധിക്കരുത് എന്നും കാത്തിരിക്കണമെന്നും ഇസ്രയേലിനോട് താൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് ട്രംപ് പറഞ്ഞിരുന്നു. അതുകൊണ്ട് മാത്രം ഖമേനിയുടെ ജീവൻ ഇപ്പോഴും നിലനിൽക്കുന്നു എന്നൊക്കെയാണ് അന്ന് ട്രംപ് പറഞ്ഞത്. അക്ഷരാർത്ഥത്തിൽ അത് ശരിയാണെന്ന് വയ്ക്കുന്ന തരത്തിലായിരുന്നു പിന്നീട് ഖമേനിയുടെ പുറത്തു വന്ന പ്രശാന്ത് സാർ പറഞ്ഞതുപോലെയുള്ള ഈ അശരീരികളൊക്കെ. പക്ഷെ ഇപ്പോഴിതാ ഇസ്രയേൽ സൈന്യം ഖമേനിയെ വധിച്ചു എന്ന തരത്തിൽ സോഷ്യൽ മീഡിയകളിൽ വാർത്തകൾ വരുന്നു. പക്ഷേ ഇറാൻ ഇതുവരെ അത് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. വധിച്ചത് ഖമേനിയെ തന്നെയാണ് എന്നുള്ള തരത്തിൽ ഇസ്രയേലിന്റെ ഭാഗത്തു നിന്നും ഒരു ഔദ്യോഗിക സ്ഥിരീകരണവും ഉണ്ടായിട്ടില്ല. പക്ഷെ ഖമേനി ജീവനോടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ചോദ്യമായി തന്നെ അവശേഷിക്കുകയാണ്. GCC രാജ്യങ്ങൾ, ഒമാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സംരക്ഷണം നൽകുന്നുണ്ടോ എന്ന സംശയവും ഉയരുന്നുണ്ട്. കാരണം ഖമേനിയും കുടുംബവും ഒമാനിലേക്ക് പോയി എന്ന തരത്തിലും വാർത്തകൾ പുറത്തു വരുന്നു. പക്ഷെ നമുക്കറിയാം പ്രശാന്ത് സാർ, ഖമേനി എന്ന് പറയുന്നത് ഇറാന്റെ പരമോന്നത നേതാവാണ്. അപ്പോൾ ഖമേനിയെ സംരക്ഷിക്കുക എന്നത് ഇറാനിൽ ഇന്ന് ഈ യുദ്ധത്തിന് ചുക്കാൻ പിടിക്കുന്ന ചില ശക്തികൾക്കെങ്കിലും അത്യാവശ്യ ഘടകം കൂടിയാണ്. അവരത് തന്നെ അതിനുവേണ്ടി ഖമേനിക്ക് ഏത് വിധേനയും ഒരു സംരക്ഷണം ഒരുക്കാൻ അവർ തുനിയും എന്നുള്ള കാര്യവും ഉറപ്പാണ്. എന്തായാലും ഡൊണാൾഡ് ട്രംപ് രണ്ടാഴ്ച സമയം നൽകിയിട്ടുണ്ട്. അതിനുള്ളിൽ ഒന്നുകിൽ ഖമേനിയെ വധിക്കുക അല്ലെങ്കിൽ ഇറാൻ നിരുപാധികം കീഴടങ്ങുക. ഇതല്ലാതെ ഈ യുദ്ധത്തിന് പരിഹാരമില്ലെന്ന് തന്നെ വേണം കരുതാൻ. എന്തൊക്കെയായാലും ഇറാൻ ഇസ്രയേൽ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ഖമേനി വധിക്കപ്പെട്ടു എന്ന തരത്തിൽ സോഷ്യൽ മീഡിയകളിൽ വാർത്ത വരുന്നു. അത് പല സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലും ഷെയർ ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് വ്യക്തമാണ്. താങ്ക് യു പ്രശാന്ത് സർ.